നമസ്കാരം, ഞാൻ ജോൺസൺ സാമുവേൽ. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. എൻ്റെ കൗൺസിലിംഗ് ജീവിതത്തിലെ അനുഭവങ്ങൾ ആണ് എൻ്റെ തിരിച്ചറിവുകൾ എന്ന 42 കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരം. മാനസിക സമ്മർദ്ദങ്ങളിൽ തളർന്നു പോകുന്നവർക്ക് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തീരങ്ങളിൽ അണിയുവാൻ എൻ്റെ തിരിച്ചറിവുകൾ എന്ന ഈ കവിതാ സമാഹാരത്തിലൂടെ സാധിക്കും എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. മാർച്ച് 16 ഈ പുസ്തകം ലക്കി വൈറ്റ് ഓൾ പബ്ലിക്കേഷനിലൂടെ കൊല്ലം പ്രസ് ക്ലബ്ബിൽ വെച്ച് പ്രകാശനം ചെയ്തു. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ ജേതാവ് മോബിൻ മോഹൻ സാർ, പ്രശസ്ത തിരക്കഥാകൃത്ത് VK അജിത് കുമാർ സാർ, നടനും പ്രൊഡ്യൂസറുമായ ജോൺ ഡാനിയൽ കുടശ്നാട് സാർ എന്നീ പ്രഗത്ഭരായ വ്യക്തികൾ ചേർന്നാണ് പ്രകാശന കർമ്മം നടത്തിയത്. അതേ ദിവസം തന്നെ ഞാൻ കൂടി ചേർന്ന് എഴുതിയ കടൽ, ലവ് ലെറ്റേഴ്സ് എന്നീ ബുക്കുകളോടൊപ്പം 12 ബുക്കുകളുടെ പ്രകാശനമാണ് ഭംഗിയായി നടന്നത്. പ്രകാശന കർമ്മം നടത്തിയ വിശിഷ്ട വ്യക്തികളോടും ലക്കി വൈറ്റ് ഓൾ പബ്ലിക്കേഷൻ്റെ സാരഥികളോടും, പ്രത്യേകിച്ച് രമ്യ, രേഷ്മ ആൻഡ് ശബരിനാഥിനോടും എൻ്റെ എല്ലാ സഹ എഴുത്തുകാരോടും ഉള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങളെല്ലാവരോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ തിരിച്ചറിവുകൾ എന്ന ഈ കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയത് ഡോക്ടർ അരുൺ P. നായർ സാറാണ്. അദ്ദേഹം പ്രൊഫസർ ഓഫ് സൈക്യാട്രി, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിനോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഈ ബുക്ക് ലക്കി വൈറ്റ് ഓൾ പബ്ലിക്കേഷനിലൂടെ അവൈലബിൾ ആണ്. ബുക്ക് വാങ്ങുവാൻ എന്നെയോ പബ്ലിക്കേഷനെയോ നേരിട്ട് ബന്ധപ്പെടാം. നമ്പർ ഡിസ്ക്രിപ്ഷൻസിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരോടും നന്ദിയും സ്നേഹത്തോടെ ജോൺസൺ സാമുവേൽ. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, മോട്ടിവേഷണൽ സ്പീക്കർ, ഡിവോഷണൽ സ്പീക്കർ, ട്രെയിനർ, NNB പ്രാക്ടീഷണർ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, അൽ അഫ്ദൽ അവാർഡ് ഓഫ് ഒമാൻ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയ എഴുത്തുകാരൻ ജോൺസൺ സാമുവലിനെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി അഹം അശ്വതിയാണ്. നമ്മുടെ പ്രോഗ്രാം ഇന്ത്യ ആസ്ഥാനമായുള്ള ഒരു പ്രമുഖ പ്രസാധക സ്ഥാപനമാണ് ലക്കി വൈറ്റ് ഓൾ പബ്ലിക്കേഷൻസ്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ ലക്കി വൈറ്റ് ഔൾ വൈവിധ്യമാർന്ന വിഭാഗങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന സാഹിത്യ കൃതികളുടെ പ്രസിദ്ധീകരണത്തിന് പേരുകേട്ടതാണ്. ആകാശം പൊയ്കയിലംബിളിയാമ്പലും ഭാസ്കര ചെന്താരോ പൂവിന് സൗരഭ്യം, തേനിന് മാധുര്യം, പാലിന് ലാവണ്യം തീർത്ഥതാരോ സർവചരാചര വൈദികൻ കീർത്തനായി സർവദ വാഴ്ത്തിടും ശക്തിയേതോ. ആ ശക്തി വൈഭവം നിൻ മുന്നിലം പാടും ഈശോകവാർത്തുമാറകിടട്ടെ, ഈശോകവാർത്തുമാറകിടട്ടെ, ഈശോകവാർത്തുമാറകിടട്ടെ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, അതുപോലെ നിരവധി അവാർഡുകൾ വാങ്ങിയ നസ്രീൻ നിസാറിനെ ലക്കി വൈറ്റുകളുടെയും എന്റെയും പേരിൽ ഏറെ ബഹുമാനത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു പോകുന്നു. അടുത്തതായി നമ്മുടെ വിശിഷ്ട വ്യക്തിയായി എത്തിയിട്ടുള്ള മോബിൻ മോഹനാണ്. വിശിഷ്ട വ്യക്തിത്വത്തിനുടമയായ ശ്രീ മോബിൻ മോഹൻ സാറിനെ ലക്കി വൈറ്റുകളുടെയും എന്റെയും പേരിൽ ഏറെ ആദരവോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി VK അജിത് കുമാർ സാറാണ്. സാറിനെ ഇതിനു മുമ്പും പരിചയമുണ്ട്. നമ്മുടെ
പൂക്കളം പുസ്തകത്തിന്റെ പ്രകാശനത്തിനും സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എഴുത്തുകാരനും തിരക്കഥാകൃത്തും ആയ, അതുപോലെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും അതേസമയം പുറത്തിറങ്ങിയ നവൽ എന്ന ജുബൽ സിനിമയുടെ തിരക്കഥാകൃത്തുമായ കൂടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള എന്റെ തിരിച്ചറിവുകൾ എന്ന പുസ്തകം എഴുതിയ ജോൺസൺ സാമുവൽ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തിരിച്ചറിവുകൾ തന്നെ നമ്മൾ ആശംസകളിലൂടെ നമ്മെ അറിയിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ജോൺസൺ സാമുവലിനെ ഞാൻ ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് ലക്കി വൈറ്റുകളുടെയും എന്റെയും പേരിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളും. നീ കയറിയിരിക്കണേ സാറേ, എല്ലാവരും അടുത്ത് വാ എല്ലാവരും. മഹേന്ദ്ര സാറിനെ കൊടുക്കാം. നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന മനസ്സിനെ അക്ഷരങ്ങളിലൂടെ തിരികെ പിടിക്കുന്ന മാന്ത്രികതയാണ് ഓരോ എഴുത്തുകാരെടുത്തത്. എന്റെ തിരിച്ചറിവുകൾ, ജോൺസൺ സാമുവൽ. എഴുത്തുകാരന്റെ കൗൺസിലിംഗ് ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ പിറവിയെടുത്ത വായനക്കാരനെ പ്രചോദിപ്പിക്കുന്ന 42 കവിതകളടങ്ങിയ കവിതാ സമാഹാരം. അവതാരിക ഡോക്ടർ അരുൺ ബി നായർ, പ്രൊഫസർ ഓഫ് സൈക്കാട്രി, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. പ്രകാശന വേദിയിലേക്ക് ജോൺസൺ സാമുവലിനെയും കുടുംബാംഗങ്ങളെയും ഏറെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ വി കെ അജിത്കുമാർ സർ, പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ മൊബിൻ മോഹൻ സർ, പുസ്തക സമർപ്പണം ശ്രീ ജോൺ ഡാനിയൽ സർ. യെസ് സർ, കുഴപ്പമില്ല സർ, കൈമാറിക്കോളൂ. അടുത്തത് എഴുത്തുകാരനുള്ള ആദരവാണ്. ജോൺസൺ സാമുവൽ പത്തനംതിട്ട സ്വദേശി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, മോട്ടിവേഷണൽ സ്പീക്കർ, ഡിവോഷണൽ സ്പീക്കർ, ട്രെയിനർ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഏറെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സാമുവൽ ജോർജിന്റെയും മേരിക്കുട്ടി സാമുവലിന്റെയും മകൻ എന്റെ തിരിച്ചറിവുകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവും എഴുത്തിന്റെ മേഖലയിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ ജോൺസൺ സാമുവലിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് അശ്വതി എസ് ദേവിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അധ്യാപിക, എഴുത്തുകാരി, അഗ്നേയം പുസ്തകത്തിന്റെ രചയിതാവ്, തിരുവനന്തപുരം ജില്ലയിലെ ദേവീധാമത്തിൽ എസ് അയ്യപ്പൻ നായരുടെയും പി ആർ സാവിത്രി ദേവിയുടെയും മകൾ. എഴുത്തിന്റെ മേഖലയെ റെക്കോർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ എല്ലാവർക്കും നമസ്കാരം. എന്റെ കർത്തവ്യം ആശംസകളാണ്. ആദ്യമായി വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഈ ചടങ്ങിന് പ്രത്യേക പ്രകാശം നൽകുന്നു. നിങ്ങളുടെ പ്രചോദനാത്മകമായ വാക്കുകൾ, മാർഗനിർദ്ദേശങ്ങൾ എഴുത്തുകാരുടെ കാവ്യശില്പങ്ങൾക്ക് പ്രശസ്തിയുള്ളതാകാൻ ഇടയാകട്ടെ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത്
പ്രസാധന സംഘത്തിനാണ്. പ്രസാധന സംഘത്തിന്റെ സ്പെഷ്യലി രമ്യ ആൻഡ് രശ്മിയുടെ കഠിന അധ്വാനവും ദൃഢനിശ്ചയവും തന്നെയാണ് ഈ കാവ്യപ്രകാശനം വിജയം ചൂടിയ ഏകോപനമായി മാറ്റാൻ സാധിച്ചത്. ഓരോ പേജിലും നിങ്ങളുടെ കലങ്ങളുടെയും കോൺസെൻട്രേഷന്റെയും സമർപ്പണത്തിന്റെയും ചാരുത തെളിയിച്ചിരിക്കുന്നു. നിങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും ഈ കാവ്യപ്രയാണത്തിന് ശാശ്വതമായ വഴികാട്ടിയാകട്ടെ. മികവിന്റെ പുതിയ ഗഗനങ്ങളിലേക്ക് ഈ കാവ്യങ്ങൾ ചിറകുയർത്തി പറക്കട്ടെ. നിങ്ങളുടെ സ്നേഹപൂർണ്ണ സാന്നിധ്യത്തിനും നിർദ്ദേശങ്ങൾക്കും വീണ്ടും ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ അറിയിക്കുന്നു. അടുത്തതായി എല്ലാ എഴുത്തുകാർക്കുമാണ്. മലയാള ഭാഷയുടെ, മലയാള സാഹിത്യ ലോകത്തിന്റെ വാഗ്ദാനമാണ് നിങ്ങൾ ഓരോരുത്തരും. നമ്മളുടെ ഓരോ എഴുത്തുകളും ഈ ലോകത്തിന് വളരെ വലിയ ഒരു സന്ദേശം കൊടുക്കുന്നതാകട്ടെ. പൊതു നന്മയ്ക്കും മനസ്സിന്റെ ഉണർവിനുമായി പുതിയ സൃഷ്ടികൾ നിങ്ങളിലൂടെ ജനിക്കട്ടെ. സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന നിമിഷമാണ് ഈ കഴിഞ്ഞത് 12 കവിത കഥാ സമാഹാരങ്ങളുടെ പ്രകാശനം. ഓരോ വരിയിലും ഹൃദയത്തിന്റെ സ്പന്ദനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയ കാവ്യങ്ങൾ പുതിയ ചിന്തകളിലേക്കുള്ള വാതായനങ്ങൾ തുറക്കട്ടെ. എഴുത്തിന്റെ പ്രതിമാസത്തിൽ ഓരോ പദവും പുതിയ വെളിച്ചം തീർക്കട്ടെ. ഓരോ പേജും വായനക്കാർക്ക് പ്രചോദനമാകട്ടെ. ഓരോ കവിതയും മനസ്സിന്റെ ആഴത്തിൽ സ്പന്ദനമുള്ളതാകട്ടെ. ആദ്യമായി കടൽ എന്ന ഡയറി സമാഹാരം. ആ സമാഹാരം നമ്മൾ 38 പേർ ചേർന്ന് എഴുതിയതാണ്. ആ സമാഹാരം കാതോട് ചേർക്കുമ്പോൾ തന്നെ ഒരു തിരയുടെ ഇരമ്പം കേൾക്കാൻ സാധിക്കും. ഓരോരുത്തരുടെയും ഉണങ്ങാത്ത മുറിവിന്റെ നോവാണത്. അത്രയും ഭംഗിയായി എഴുതി മുത്തുമാല പോലെ കോർത്തിണക്കിയ ഈ കവിതാ സമാഹാരത്തിന്റെ ഭാഗമായ എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസകൾ അർപ്പിക്കുന്നു. അതിൽ അവതാരിക എഴുതിയ പ്രിയ നന്ദന് ആശംസകൾ അർപ്പിക്കുന്നു. അടുത്തതായി ലവ് ലെറ്റേഴ്സ്. തന്റെ പ്രണയിനിയോടായി അല്ലെങ്കിൽ കാമുകനോടായി ഹൃദയത്തിൽ വിരിയുന്ന സ്നേഹം പങ്കുവെക്കുന്ന ലവ് ലെറ്ററിന്റെ ഭാഗമായ 98 എഴുത്തുകാർക്കും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അതിന്റെ അവതാരിക എഴുതിയ KPS പൈരണം സാറിനോടും ഉള്ള ആശംസകൾ അറിയിക്കുന്നു. അടുത്തതായി വോൾഗ എന്ന സമാഹാരത്തിന്റെ എഴുത്തുകാരായ ഷിജു S നെല്ലയുടെ അർത്ഥം, തങ്കമണി അമ്മയുടെ നോവും നിലവും, സുധാ സൽവ ജെയിന്റെ സ്വപ്ന ചിറകുകൾ, സ്മിത രാമചന്ദ്രന്റെ ചിതറിയ ചിന്തകൾ, സുനി സച്ചിയുടെ അക്ഷര കാഴ്ചകൾ. ഓരോന്നിലും തന്റെ മികവ് തെളിയിക്കുന്ന അക്ഷരക്കൂട്ടുകാർക്ക് ആശംസകൾ നേരുന്നു. മികച്ച രീതിയിൽ അവതാരിക എഴുതിയ അജിത് കുമാർ സാറിനോടുള്ള ആശംസകൾ അറിയിക്കുന്നു. അടുത്തതായി എഴുത്തുകാർ ചേർന്ന് എഴുതിയ നാമ്പുകൾ എന്ന കവിതാ സമാഹാരത്തിലൂടെ 33 എഴുത്തുകാരുണ്ട്. അതില് അവരുടെ കവിതാ സമാഹാരത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സന്തോഷം, സങ്കടം, വൈകാരിക നിമിഷങ്ങൾ, വിരഹം തുടങ്ങിയ അനുഭവങ്ങൾ പ്രകൃതിയുമായി കോർത്തിണക്കിയാണ് കവിതകൾ നമ്മളെ കൊണ്ടുപോകുന്നത്. സ്നേഹത്തിന്റെ ഹൃദയ ചാരിത ചാലിച്ച് ആശംസകൾ നേരുന്നു. അവതാരിക എഴുതിയ ലിസി മേഡത്തിനോടുള്ള ആശംസകൾ അറിയിക്കുന്നു. അടുത്തതായി 16 എഴുത്തുകാർ ചേർന്ന് എഴുതിയ ചെറുകഥയ്ക്കും അത് എഴുതിയ അവതാരിക എഴുതിയ സൂര്യനാഥ് SRനോടുള്ള ആശംസകൾ അറിയിക്കുന്നു. അടുത്തതായി S ദേവി എഴുതിയ ആഗ്നേയം ഭാരത സംസ്കാരത്തിന്റെയും സനാതന നിത്യതയുടെയും വായനക്കാരിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു വിസ്മയ ലോകത്താണ്. അശ്വതി S ദേവിക്ക് ആശംസകൾ അറിയിക്കുന്നു. ആഗ്നേയം മികച്ച രീതിയിൽ അവതാരിക എഴുതിയ സച്ചിദാനന്ദ സ്വാമിക്കും ആശംസകൾ അറിയിക്കുന്നു. അടുത്തതായി സാഹിതി എന്ന ആന്തോളജി ശൈലിയിൽ ആദ്യമായി സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ മുൻകൈയെടുത്ത രമ്യയ്ക്കും രശ്മിക്കും പ്രത്യേക ആശംസകൾ. അതിന്റെ ഭാഗമായ അഭിലാഷ് എയുടെ പൂവൻ, നിമിഷ MP-യുടെ ഉന്മാദിനി, രതി ദേവിയുടെ ഇലകൾ, സ്മിത അജയന്റെ ഇടം, ഇവരെല്ലാവരും ചേർന്ന് വായനക്കാരുടെ
അറിവിടം വലുതാക്കുന്നു. ഏവർക്കും ഹൃദയപൂർവ്വം ഉള്ള ആശംസകൾ അറിയിക്കുന്നു. ഇതിൽ അവതാരിക എഴുതിയ മേഡത്തിനും ഹൃദയമായ ഭാഷയിൽ ആശംസകൾ അറിയിക്കുന്നു. അടുത്തതായി ശ്രുതി പ്രേം, അശ്വതി വിഷ്ണു എന്നീ സുഹൃത്തുക്കൾ ചേർന്ന് എഴുതിയ ഒരേ തൂവൽ പക്ഷികൾ എന്ന കവിതാ സമാഹാരം വായനക്കാരിലേക്ക് വർണ്ണങ്ങളുടെ ഒരു തൂവൽ സ്പർശമായി ഹൃദയത്തെ തൊടുന്നു. ഊഷ്മള സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നു. അവതാരിക എഴുതിയ അഹം അശ്വതിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസകൾ നേരുന്നു. ഷിജു SP നെല്ലിലയുടെ ഗോളം എന്ന കവിതാ സമാഹാരം തീർത്തും വ്യത്യസ്തമാണ്. കരയിൽ നിന്ന് നോക്കുന്ന നദിയുടെ ആഴം അളക്കാൻ സാധിക്കുകയില്ല. ആഴം അറിയണമെങ്കിൽ നമ്മൾ നദിയിലേക്ക് ഇറങ്ങണം. ഗോളം എന്ന കവിതാ സമാഹാരം വായനക്കാരുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹൃദയപൂർവ്വം ഷിജുവിനും കുടുംബത്തിനും ആശംസകൾ. ഷിജു ഇവിടെ ഇല്ല, ഷിജുവിന്റെ കുടുംബം അവതാരിക എഴുതിയ അജിത് കുമാറിനും ആശംസകൾ നേരുന്നു. ഞാൻ പെട്ടെന്ന് ചുരുക്കുകയാണ് കേട്ടോ. അടുത്തത് നിസാർ എഴുതിയ 50 കവിതകൾ അടങ്ങിയ ലഹരി എന്ന കവിത സമാഹാരം മനസ്സിന്റെ ഇടനാഴിയിൽ മഞ്ഞ് പോലെ തങ്ങി നിൽക്കുന്നു. ആശംസകൾ മേഡത്തിനോട് അറിയിക്കുന്നു. അതിന്റെ അവതാരകൻ നിജി ചന്ദ്രനോടുള്ള ആശംസകൾ അറിയിക്കുന്നു. അടുത്തതായി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്റെ കവിത, എന്റെ തിരിച്ചറിവുകൾ. ഞാൻ ജോൺസൺ സാമുവൽ, ഞാൻ ഒരു മുസ്ലിം സൈക്കോളജിസ്റ്റ് ആണ്. വ്യക്തിപരവും സാമൂഹികപരമായ കാര്യങ്ങൾ കൊണ്ട് മനസ്സ് വിട്ടുപോകുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ പ്രശ്നങ്ങൾ സമചിത്തതയോടെ പരിഹരിക്കുവാൻ ഒരു വ്യക്തിയെ മാനസികമായി തയ്യാറാക്കുന്ന പ്രക്രിയയാണ് കൗൺസിലിംഗ്. വേണ്ടപ്പെട്ടവരാൽ ഒറ്റപ്പെട്ടവരാകാം, മരണത്തിന്റെ പക്കോളം എത്തിയ വ്യക്തികളാകാം, വേർപിരിയാൻ തുടങ്ങുന്ന ദമ്പതികളാകാം, പരിചയപ്പെടുന്നു അല്ലെങ്കിൽ പരാജയപ്പെടുന്നു സ്വയം മുദ്രപ്പെട്ടവരാകാം. അങ്ങനെ എത്ര ജീവിതങ്ങൾ കൗൺസിലിംഗിലൂടെ ആശ്വാസത്തിന്റെയും വിജയത്തിന്റെയും മറുകരയിൽ എത്തിയിട്ടുണ്ട്. ആ വിശ്വാസത്തിന്റെ നേർവെളിച്ചം പകരുന്ന 42 കവിതകൾ മനുഷ്യ മനസ്സുകളിൽ പ്രത്യാശയുടെ ഓളങ്ങൾ സൃഷ്ടിക്കുമെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. എന്റെ എഴുത്തുകളിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എന്റെ കവിതയുടെ അവതാരിക എഴുതിയ ഡോക്ടർ B അരുൺകുമാറിന് സമൂഹമുള്ള ആശംസകൾ അറിയിക്കുന്നു. മനസ്സിന്റെ ഓളപ്പരപ്പിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതും കവിതയായി വിരിയിച്ച എന്റെ എല്ലാ കവി സുഹൃത്തുക്കൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രണയം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവർക്കായി എൻ്റെ നീ വന്നിടേണം എന്ന കവിത സമർപ്പിക്കുന്നു. നീ വന്നിടേണം പ്രിയ സഖി എന്നെ അവസാനമായൊന്നു കാണുവാനാ, മിഴികൾ തുറക്കുവാനാകില്ല എങ്കിലും നിൻഗന്ധമെന്നിൽ അലിഞ്ഞിടട്ടെ, നിൻഗന്ധമെന്നിൽ അലിഞ്ഞിടട്ടെ. നീ വന്നിടേണം പ്രിയ സഖി എന്നെ അവസാനമായൊന്നു കാണുവാനാ, മിഴികൾ തുറക്കുവാനാകില്ല എങ്കിലും നിൻഗന്ധമെന്നിൽ അലിഞ്ഞിടട്ടെ, നിൻഗന്ധമെന്നിൽ അലിഞ്ഞിടട്ടെ. കൂടെ ഞാനില്ല എന്നോർത്ത് വിതുമ്പും ഹൃദയമെനിക്കു കാണാം. ഇനി നിന്റെ കൂടെ ഞാനില്ല എന്നോർത്ത് വിതുമ്പും ഹൃദയമെനിക്കു കാണാം. ഒരു നാളുമകലാത്തൊരോർമ്മയായി ഞാനില്ലേ എന്നും നിന്റെ കൂടെ. നീ
വന്നിടേണം പ്രിയ സഖി എന്നെ അവസാനമായൊന്നു കാണുവാനായി. മിഴികൾ തുറക്കുവാനാകില്ല എങ്കിലും നിൻ ഗന്ധമെന്നിൽ അലിഞ്ഞിടട്ടെ, നിൻ ഗന്ധമെന്നിൽ അലിഞ്ഞിടട്ടെ. കാലമെന്നെ എന്നും ഓർമ്മിക്കുവാനായി നിന്നിൽ ജനിക്കണം കവിത പോൽ ഞാൻ. കാലമെന്നെ എന്നും ഓർമ്മിക്കുവാനായി നിന്നിൽ ജനിക്കണം കവിത പോൽ ഞാൻ. പാടുന്ന പാട്ടിന്റെ ഈണത്തിലൂടെ തുടിക്കട്ടെ എന്നിലെ ജീവനെന്നും. നീ വന്നിടേണം പ്രിയ സഖി എന്നെ അവസാനമായൊന്നു കാണുവാനായി. മിഴികൾ തുറക്കുവാനാകില്ല എങ്കിലും നിൻ ഗന്ധം എന്നിൽ അലിഞ്ഞിടട്ടെ, നിൻ ഗന്ധം എന്നിൽ അലിഞ്ഞിടട്ടെ. രാത്രിയുടെ മാറിൽ ചൊരിയുവാൻ വെമ്പുന്ന മഴമേഘം പോലെ നീ മാറിടേണം. രാത്രിയുടെ മാറിൽ ചൊരിയുവാൻ വെമ്പുന്ന മഴമേഘം പോലെ നീ മാറിടേണം. ഹിമകണം പോലെ ഉറഞ്ഞു പോയൻ ഹൃദയം മിഴിനീര നനയ്ക്കുവാനാ. നീ വന്നിടേണം പ്രിയ സഖി എന്നെ അവസാനമായൊന്നു കാണുവാനായി. മിഴികൾ തുറക്കുവാനാകില്ല എങ്കിലും നിൻ ഗന്ധം എന്നിൽ അലിഞ്ഞിടട്ടെ, നിൻ ഗന്ധം എന്നിൽ അലിഞ്ഞിടട്ടെ. വിട പറഞ്ഞകലുവാനാകാത്ത പോലെ നീ എന്റെ ചാരേയിരിക്കുന്ന നേരം. വിട പറഞ്ഞകലുവാനാകാത്ത പോലെ നീ എന്റെ ചാരേയിരിക്കുന്ന നേരം. നിറയും മിഴികൾ ഒളിപ്പിക്കും നിന്നെ നെഞ്ചോടു ചേർക്കുവാൻ കൊതിയുണ്ടെനിക്ക്. നീ വന്നിടേണം പ്രിയ സഖി എന്നെ അവസാനമായൊന്നു കാണുവാനായി. മിഴികൾ തുറക്കുവാനാകില്ല എങ്കിലും നിൻ ഗന്ധം എന്നിൽ അലിഞ്ഞിടട്ടെ, നിൻ ഗന്ധം എന്നിൽ അലിഞ്ഞിടട്ടെ.
കൊണ്ടു കേൾക്കുന്നു ഞാൻ സഖി നിശബ്ദമാമൊരു പാദശബ്ദം. എൻ കാതുകൾ കൊണ്ടു കേൾക്കുന്നു ഞാൻ സഖി നിശബ്ദമാമൊരു പാദശബ്ദം. അദൃശ്യമാമൊരു രൂപമെത്തി എന്നെ മറ്റൊരു ലോകത്തു കൊണ്ടുപോകാൻ. നീ വന്നിടേണം പ്രിയ സഖി എന്റെ യാത്രയ്ക്കു പ്രാർത്ഥന നേരുവാനാ. നീ വന്നിടേണം പ്രിയ സഖി എന്റെ യാത്രയ്ക്കു പ്രാർത്ഥന നേരുവാനാ. പ്രിയ സഖി നീ എന്റെ അരികിലുണ്ടാകണം. ചുംബനം കൊണ്ടെന്നെ യാത്രയാക്കാൻ, ഒരു ചുംബനം കൊണ്ടെന്നെ യാത്രയാക്കാൻ.